നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. ബൈ പറഞ്ഞ് ബോബി. സർക്കാരിനും കായിക മന്ത്രിക്കുമെതിരെ പുതിയ പോർമുഖം തുറന്ന് അഞ്ജു ബോബി ജോർജ്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച അഞ്ജുവിനൊപ്പം ഭരണസമിതിയിലെ മുഴുവൻ അംഗങ്ങളും സ്ഥാനമൊഴിഞ്ഞു. സംഘടനയിലെ ക്രമക്കേടുകൾ മാധ്യമങ്ങളും ജനങ്ങളും ചേർന്ന് പുറത്തുകൊണ്ടുവരണമെന്നും അഞ്ജു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അഞ്ജുവിന്റെ സഹോദരൻ അജിത് മാർക്കോസും സ്പോർട്സ് കൗൺസിൽ പരിശീലക പദവി രാജിവെക്കും. അജിത്തിന്റെ നിയമനത്തിൽ ക്രമക്കേടില്ലെന്നും കൗൺസിലല്ല സർക്കാരാണ് അജിത്തിനെ നിയമിച്ചതെന്നും അഞ്ജു. മന്ത്രി EP ജയരാജനുമായുള്ള പോരിനെ തുടർന്ന് പ്രതിഷേധ രാജി പ്രഖ്യാപനം നടത്തിയ അഞ്ജു ഉന്നയിക്കുന്നത് ഗുരുതര ആരോപണങ്ങൾ. കായിക കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് സ്പോർട്സ് ലോട്ടറി. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ക്രമക്കേട് കാണിച്ച് കായിക രംഗം തകർത്തെന്നും ആക്ഷേപം. പ്രശ്നങ്ങൾ തുടങ്ങിയത് എത്തിക്സ് കമ്മിറ്റി രൂപീകരിക്കാനുള്ള തീരുമാനം മുതൽ. തന്റെ മെയിൽ സന്ദേശങ്ങൾ ചോർത്തുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പരാതി നൽകി. GV രാജയെ കരയിപ്പിച്ചവർക്ക് മുന്നിൽ തങ്ങളുടെ കണ്ണുനീർ ഒന്നുമല്ല. ദേശീയ സ്കൂൾ ഗെയിംസ് കേരളത്തിൽ നടത്താൻ കഴിഞ്ഞത് നേട്ടമെന്നും രാജ്യപ്രഖ്യാപനം നടത്തിയ ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ അഞ്ജു ബോബി ജോർജ്. ക്രൂരതയുടെ കനലുകൾ. കർണാടകത്തിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനി ക്രൂരമായ റാഗിങ്ങിനിരയായ സംഭവത്തിൽ 2 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ കേസ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത് കൊല്ലം സ്വദേശിനി ലക്ഷ്മി, ഇടുക്കി സ്വദേശി ആതിര എന്നിവർക്കെതിരെ. ഗുൽബർഗയിലെ അൽഖമാർ നഴ്സിംഗ് കോളേജിൽ സീനിയർ വിദ്യാർത്ഥിനികളുടെ ക്രൂരതയ്ക്കിരയായത് കോഴിക്കോട് എടപ്പാൾ സ്വദേശിനി അശ്വതി. ശൗചാലയം വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഫിനോൾ റാഗിങ്ങിനിടെ അശ്വതിയെ ബലം പ്രയോഗിച്ച് കുടിപ്പിക്കുകയായിരുന്നു. അന്നനാളവും ആമാശയവും വെന്തുരുകിയ നിലയിൽ അതീവ ഗുരുതരാവസ്ഥയിലായ അശ്വതി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ. ബാബുവിന് വീണ്ടും കുരുക്ക്. മുൻ മന്ത്രി K ബാബുവിന് കൂനിന്മേൽ കുരുക്കായി വീണ്ടും ഒരു വിജിലൻസ് അന്വേഷണം. ത്വരിത പരിശോധനയ്ക്കുള്ള വിജിലൻസ് ഡയറക്ടറുടെ ഉത്തരവ് ബാർ ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേടുകൾ ആരോപിച്ച് ബാർ ഹോട്ടൽ ഉടമകൾ നൽകിയ പരാതിയിൽ. എക്സൈസ് ചട്ടങ്ങളുടെ ഭേദഗതിയിലും കഴിഞ്ഞ 5 വർഷം ലൈസൻസുകൾ അനുവദിച്ചതിലും വ്യാപക ക്രമക്കേടുകൾ നടന്നതായി ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ. മുൻ എക്സൈസ് മന്ത്രിക്കെതിരെ നിലവിൽ കേസുകൾ ഉള്ളതിനാൽ പുതിയ അന്വേഷണ ഉത്തരവ് നിയമോപദേശം അനുസരിച്ച്. എറണാകുളം റേഞ്ച് SP-ക്കാണ് അന്വേഷണ ചുമതല. ജീവൻ എടുക്കുന്ന കെടുതി. ബീഹാറിൽ മഴക്കെടുതികളിൽ മരണസംഖ്യ 46ആയി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായി തുടരുന്ന മഴയിലും ഇടിമിന്നലിലുമാണ് വ്യാപക ദുരന്തം. പ്രകൃതിയുടെ ക്രൗര്യത്തിനിരയായവരിൽ അധികവും ഔറംഗാബാദ്, നളന്ദ, പൂർണിയ ജില്ലകളിലുള്ളവർ. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് ദുരന്ത നിവാരണ സേന. മഴക്കെടുതികളിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. കൃഷിഭൂമികളിലെ നാശനഷ്ടങ്ങളുടെ വിശദമായ റിപ്പോർട്ട് ശേഖരിച്ച് നഷ്ടപരിഹാരം നൽകും. ദുരന്ത മേഖലകളിൽ രക്ഷാപ്രവർത്തനം ഊർജിതം. ഇനി സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2730 രൂപ, പവൻ 21,840 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 5:30. നമസ്കാരം.